ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഫെമിനിസ്റ്റുകളുടെ ലക്ഷ്യം ഈ 6 പ്രതികളെയും വെറുതെ വിട്ടാലും പ്രശ്നമൊന്നുമില്ല. ദിലീപിന് ഒരു തൂക്കുകയർ കൊടുത്തിരുന്നുവെങ്കിൽ ഇവരെല്ലാം ഹാപ്പിയാണ്. ഒരിക്കലുമല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത 6 പേരും ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും ശിക്ഷിക്കപ്പെടണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് അതിനുവേണ്ടി എന്ത് മുറവിള് കൂട്ടി? ഇവിടെ ദിലീപ് എന്നുള്ള വാക്കല്ലാതെ ഇവർക്ക് എന്തെങ്കിലും പറയാം. ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമ്പോ അതിനൊരു ദുഃഖവും കൂടി വേണം. എപ്പോഴും വിഷമിച്ച് ജീവിക്കണം എപ്പോഴും വേണ്ട. അവിടെ ഒത്തുകൂടി എന്തിനാണെന്നും കൂടി അറിയണത്. അവിടെ ആ സ്പോട്ടിൽ എന്തിനാണ്? ഒരു മരണ വീട്ടിൽ പോയി നമ്മൾ ചിരിക്കുക. ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തുള്ള നടന്മാരുടെ പേരുകൾ ഞാൻ പറഞ്ഞാലോ? എന്നാണെങ്കിലും പറയാമല്ലോ. ഇന്ന് ഞാൻ ഒരു പുരുഷനുമായി വിവാഹിതയാകുന്നു. ഇന്ന് എന്റെ വിവാഹം കഴിയുന്നു. അടുത്ത 6 മാസം ഞാൻ അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ദിവസവും എന്ന് കണക്കാക്കാം. 180 ദിവസം ഞാൻ അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് 181ാമത്തെ ദിവസം അയാൾക്ക് എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ തൊടാൻ കഴിയില്ല. നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് അജിത് കുമാറാണ്. നമസ്കാരം. 8.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിരിക്കുന്നു. 1 മുതൽ 6 വരെ പ്രതികൾ കേസിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൾസർ സുനിക്ക് എന്തിനായിരുന്നു മാലയിട്ടത്? പൾസർ സുനിക്ക് മാലയിട്ടത് ഞങ്ങളുടെ ഒരു പ്രതിഷേധമാണ്. ആ സമയത്താണ് കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ജാമ്യം കൊടുത്ത് പുറത്തു വിട്ടത്. പൾസർ സുനി എന്ത് ചെയ്തു എന്ന് നമുക്ക് ഇതേവരെ അറിയില്ല. അറിയോ? ആർക്കെങ്കിലും അറിയോ? കോടതിക്ക് അറിയാം. അതുകൊണ്ടാണ് കോടതിക്ക് അറിയാൻ പാടുള്ളൂ. പൊതുജനത്തിന് അറിയില്ല, എന്നെ പോലുള്ളവർക്ക് അറിയില്ല. പക്ഷേ കഷായം ഗ്രീഷ്മ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ പത്രമാധ്യമങ്ങളിലും കൂടി കറക്റ്റായിട്ട് വന്ന കാര്യമാണ്. കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തു, ജ്യൂസിൽ വിഷം കലർത്തി, ഇങ്ങനെ പല പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രണയത്തിൽ വിഷം ചേർത്തു ഒരു യുവാവിനെ കൊന്നു. ആ മൃഗീയമായിട്ട് കൊന്നൊടുക്കിയ ആ പെൺകുട്ടിക്ക് ജാമ്യം കൊടുക്കാമെങ്കിൽ പൾസർ സുനി എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷെ അയാൾ തെറ്റ് ചെയ്തിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ശിക്ഷിച്ചിരിക്കുന്നത്. ശിക്ഷ നമ്മൾ എപ്പോഴും അംഗീകരിക്കണം, കോടതി അംഗീകരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ശിക്ഷ അനുഭവിക്കേണ്ട ആൾ തന്നെയാണ്. പക്ഷേ ഒരു യുവാവിനെ കൊന്നിട്ട് ഒരു പെൺകുട്ടിക്ക് പുട്ടുപോലെ ഇറങ്ങി വരാമെങ്കിൽ ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഇവിടുത്തെ ഭരണകൂടത്തിനും പോലീസ് സംവിധാനങ്ങൾക്കും ഉണ്ട്. അപ്പോ അതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ചെയ്തത്. ശരി, അന്നത്തെ പ്രതിഷേധം അംഗീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ആ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നു? ഒരിക്കലും ഇല്ല. ഇപ്പോഴും തോന്നുന്നില്ല. അതങ്ങനെ തോന്നും. കാരണം അന്ന് കഷായം ഗ്രീഷ്മ പുറത്തിറങ്ങിയതിന്റെ പ്രതിഷേധമാണ് ഞങ്ങൾ ചെയ്തത്. ഒരുപക്ഷെ ലോകത്തിലാദ്യമായിട്ട് ഒരു ജഡ്ജിയുടെ കോലം കത്തിക്കുകയും, സാധാരണഗതിയിൽ ഈ പെൺകുട്ടികളൊക്കെ നമ്മൾ കത്തിക്കുന്നതിൽ വിഷയമല്ല, പക്ഷെ ജഡ്ജിയുടെ ഉൾപ്പെടെ കോലം കത്തിച്ച ഒരു സംഘടനയാണിത്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില്. അപ്പൊ അത്രയും പ്രതിഷേധം ഞങ്ങൾ നടത്തുകയും അതിനുശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം കൊടുക്കുന്നത്. 7.5 വർഷത്തിന് ശേഷം. മനസ്സിലാക്കണം, ഒരു റിമാൻഡ് പ്രതിയായി അയാൾ എന്ത് തെറ്റോ ചെയ്തോട്ടെ, 7.5 വർഷം വിചാരണ തടവുകാരനായിട്ട് ഇട്ടിരിക്കേണ്ട കാര്യം എന്താ? ഇതിനു മുന്നേയാണ് കേസ് വിചാരണ തീർത്ത്. അയാൾക്കെതിരെ അത്രയും ശക്തമായ തെളിവുകൾ ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ടായിരുന്നത് സാഹചര്യ തെളിവുകളായിരുന്നു. സാഹചര്യ തെളിവ് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ എന്ത് തെളിവെന്ന് ഇതുവരെ അറിയില്ലല്ലോ. പൾസർ സുനി തെറ്റ് ചെയ്തോ കുറ്റം ചെയ്തോ എന്ന് പോലും അറിയില്ല. ഇതെല്ലാം ഒരു ഊഹാപോ. മാർട്ടിൻ പറഞ്ഞിരിക്കുന്ന, അതില് ഡ്രൈവറായിരിക്കുന്ന മാർട്ടിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിരുന്നു. ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കാറിനകത്ത് വെച്ച് നടന്നതല്ല ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ കോടതി പറയുന്നതിലും വിശ്വാസമില്ല. ശിക്ഷിച്ചു, ഓക്കെ, അത് അംഗീകരിക്കുന്നു. പക്ഷെ ഇനിയും വ്യക്തത വരാനുണ്ട്. കാരണം ADGP സന്ധ്യയാണെന്ന് ഈ കേസിന്റെ ചുമതല വഹിച്ചിരുന്നത്. അവരുൾപ്പെടെ ദിലീപിനെ പ്രതിയാക്കുകയും കുരുക്കുകയും ചെയ്ത് ഒരു ടീം വർക്ക് തന്നെ അവിടെ നടന്നിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. അന്നത്തെ DGP സെൻകുമാറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം സന്ധ്യയ്ക്കുണ്ടായിരുന്നു. അപ്പോ സെൻകുമാർ ഇതിനൊരു തെളിവുമില്ല എന്ന് പറയുകയും തെളിവുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദിലീപിനെ അകത്തിട്ടത്. ദിലീപ് പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. സ്വാഭാവികമായിട്ട് ആരോപിക്കപ്പെട്ട ഒരാൾ അങ്ങനെ തന്നെ പറയുന്നത് നോക്കിയാൽ. പക്ഷെ ഇതിന് തെളിവ് വേണ്ടേ? ദിലീപും പൾസർ സുനിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതൊക്കെ ഇപ്പൊ രാഹുൽ പ്രസ് മീറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അപ്പോ അദ്ദേഹം പറയുന്നതാണ്,
ഇതൊക്കെ എല്ലാം ഒരു പ്ലാൻ ചെയ്ത ഒരു സംഭവങ്ങളായിട്ടാണ് നമുക്ക് ശരി. അപ്പൊ പൾസർ സുനിക്ക് മാലയിട്ടത് അന്ന് ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധത്തിലാണ്. അതെ, പ്രതിഷേധത്തിലായിരുന്നു. ഷാരോണിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? പിന്നെ അതിന്റെ നിയമ നടപടിക്ക് നിയമത്തിന്റെ വഴിക്ക് പോകാനായിട്ട് എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കുക? ഞാന് ബബല ഉമ്മർ ഖാൻ സുപ്രീം കോടതി അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ചെലവ് എന്ന് വെച്ചാൽ ആ അപ്പനും അമ്മയോടും ഞാൻ വീട്ടിൽ പോയി പറഞ്ഞതാണ്. ഒരു പ്രാവശ്യമല്ല, 2 or 3 പ്രാവശ്യം ഞാൻ അവരെ പോവുകയും അവരുമായിട്ട് പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, ഈ സംഘടനയുടെ കൂടെ നിൽക്കണം, ഒരു പൈസയും നിങ്ങൾ ചെലവാക്കേണ്ട കാര്യമില്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. സുപ്രീം കോടതി അഡ്വക്കേറ്റ് ബബല ഉമ്മർ ഖാൻ വരും. ബബല ഉമ്മർ ഖാൻ സുപ്രീം കോടതി അവിടെ ഡൽഹിയിലായതുകൊണ്ട് പുള്ളിക്കാർ വേറൊരു ലേഡി വക്കീലിനെ വിടാമെന്ന് പറഞ്ഞു. ഈ വിടാമെന്ന് പറഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞു. അതിന്റെ തലേ ദിവസം പിന്നെ ഇവർ ഫോൺ എടുക്കില്ല. ഈ പറയുന്ന ഷാരോന്റെ അപ്പനും അമ്മയും ഫോൺ എടുക്കില്ല. അങ്ങനെ അപ്പൊ എനിക്കും പ്രയാസമായി. കാര്യം അവര് ട്രെയിൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു, മനസ്സിലായില്ലേ, ഇവിടുന്ന് എറണാകുളത്തുനിന്ന്. അങ്ങനെ ബുക്ക് ചെയ്ത് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോ പിന്നെ അവിടെ കുറച്ച് നിഗൂഢതകൾ അവിടെ ഉണ്ടായി. എന്ന് പറഞ്ഞാല് എല്ലാവരും കാശിന് വേണ്ടിയിട്ട് കുറച്ച്, മനസ്സിലായില്ലേ, അവർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഷാരോന്റെ അപ്പൻ ഞാൻ പോയപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞാല്, സാധാരണഗതിയിൽ പെൺകുട്ടികൾ ഇതുപോലുള്ള ആക്രമണങ്ങളിൽ മരിക്കുമ്പോൾ ലക്ഷങ്ങൾ കൊടുക്കാറുണ്ട്. അതിനൊരു ഉദാഹരണം KPCC ഒക്കെ കൊടുത്ത ഒരു ജിഷ വധക്കേസ്. ജിഷയുടെ അമ്മയ്ക്ക് ലക്ഷങ്ങളാണ് KPCC കൊടുത്തു, സർക്കാർ കൊടുത്തു. അങ്ങനെ ഒരുപാട് മേഖലയിൽ നിന്നുള്ള ഏകദേശം 1 കോടി രൂപയോളം അടുത്ത് അവർക്ക് കൊടുത്തു. എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല എന്നൊരു ചോദ്യം അവർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മകന്റെ ജീവനാണോ കാശാണോ വലുതെന്ന് ഞാൻ ചോദിച്ചു, മനസ്സിലായില്ലേ. എന്നിട്ടും അവര്, അത് മാത്രമല്ല, ഈ കോലം കത്തിക്കാൻ, ഗ്രീഷ്മയുടെ കോലം കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പനെ ആയിരുന്നു ഞങ്ങള് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം വന്നില്ല, മനസ്സിലായില്ല. അപ്പൊ അതില് ഇവർക്ക് എന്തോ വേറെ എന്തോ കുറച്ച് കാശ് കിട്ടി കാണണം എന്റെ അഭിപ്രായത്തിൽ. എന്ന് പറഞ്ഞാൽ ഈ ഗ്രീഷ്മയുടെ വസ്തു വിറ്റായിരുന്നു. അവിടെ നെയ്യാറ്റിങ്കരായിരുന്നല്ലോ ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരുടെ വസ്തു എമൗണ്ട് ഓർക്കുന്നില്ല, ഞാൻ അതെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കിയതാ. അപ്പൊ ഈ വിറ്റ സമയത്ത് ഇവർക്ക് എന്തോ കുറച്ച് കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവർ തമിഴ്നാട്ടിലോട്ട് പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ പാറശാല കഴിഞ്ഞ് 20 കിലോമീറ്ററിനപ്പുറത്ത് ഒരിടത്ത് താമസിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ അവരൊക്കെ പോയി. അപ്പൊ ഈ കേസിന് വേണ്ടിയിട്ട് ഗ്രീഷ്മയെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ടുന്ന എല്ലാ നടപടികളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അപ്പനും അമ്മയും കൂടെ നിൽക്കാതെ വന്നപ്പോ ഏതൊരു കേസിലും 1 പ്രാവശ്യം വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കും. അതിവിടെയും നമ്മൾ കണ്ട കാര്യങ്ങളാണ്. 3 പ്രാവശ്യം മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ അതിലെന്ത് പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള. അപ്പൊ 1 പ്രാവശ്യം മാറ്റിവെച്ചു, 2ാമത്തെ പ്രാവശ്യവും മാറ്റിവെച്ചപ്പോ ഞാനൊരു പോസ്റ്റർ ഇട്ടു. ന്യായമായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായില്ല എങ്കിൽ, ഗ്രീഷ്മയ്ക്ക് എതിരെ ഉണ്ടായില്ല എങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഒരു പ്രക്ഷോഭം തന്നെ ഇവിടെ നടക്കും എന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടു. പിറ്റേ ദിവസം 1-2 ദിവസത്തിനകത്ത് ഇരട്ട ജീവപര്യന്തം പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ആകാം. കാരണം ഈ സമൂഹ മാധ്യമങ്ങളെയും മുഖ്യധാരാ മാധ്യമങ്ങളെയും ഇന്ന് ജഡ്ജ്മെന്റുകൾ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ ആ ഒരു സ്വാധീനം ഇല്ലാതെ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ പൾസർ സുനിയുടെ കേസിൽ മാത്രമേ ഉള്ളൂ. നോക്കിക്കോളൂ, ഒരുപാട് കേസുകൾ എടുത്തോളൂ. ഇവിടെ ഒരാളിനെ മാധ്യമങ്ങളുടെ ഇതുകൊണ്ട് മാത്രമാണ് 7.5 വർഷം വിചാരണ തടവുകാരനായിട്ട് ഇദ്ദേഹം കിടക്കേണ്ടി വന്നത്. ഒരു കേസിലും അങ്ങനെ കിടക്കേണ്ടി വരില്ല. ഒരു 90 ദിവസത്തിനകം ജാമ്യം കിട്ടും. 7.5 വർഷമാണ് കിടന്നത്. കേസ് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത്. 8 വർഷം കഴിഞ്ഞില്ലേ? 8.25 വർഷമായപ്പോഴാണ് ജഡ്ജ്മെന്റ് വന്നത്, വിധി വന്നത്. ദിലീപിനെ വെറുതെ വിടുന്നു, മറ്റവർക്ക് മാക്സിമം എന്താ പറയാ 20 വർഷം വീതം തടവ് ശിക്ഷ. മാന്യമായിട്ടുള്ള ശിക്ഷയാണല്ലോ. ഇവിടെ ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഫെമിനിസ്റ്റുകളുടെ ലക്ഷ്യം ഈ 6 പ്രതികളെയും വെറുതെ വിട്ടാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. പൾസർ ദിലീപിന് ഒരു തൂക്കുകയർ കൊടുത്തിരുന്നുവെങ്കിൽ ഇവരെല്ലാം ഹാപ്പിയാണ്. ഒരിക്കലുമല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത 6 പേരും ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും ശിക്ഷിക്കപ്പെടണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് അതിനുവേണ്ടി എന്ത് മുറകൾ കൂട്ടി? ഇവിടെ ദിലീപ് എന്നുള്ള വാക്കല്ലാതെ ഇവർക്ക് എന്തെങ്കിലും പറയാൻ, മറ്റുള്ള ഈ പറഞ്ഞ 6 പേർക്കും മാന്യമായിട്ടുള്ള ശിക്ഷ കിട്ടിയെന്ന് ഇവർ പറഞ്ഞോ? ഇവരാരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇവർക്ക് അതൊന്നും അല്ല വിഷയം. ഇവരുടെ വിഷയം ദിലീപിനെ തൂക്കിക്കൊല്ലുക. ഇത് 8ാം പ്രതി, മറ്റുള്ള എല്ലാവരെയും വിട്ടു ഇയാളെ തൂക്കി കൊന്നിരുന്നുവെങ്കിൽ അത് മതിയെന്ന് പറയും. ഒരിക്കലും ഇല്ല, പറയില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഇവര് ഈ കഴിഞ്ഞ ആഴ്ച ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് മാനവീയ വീതി എന്ന് പറയുന്ന റോഡിൽ ഇവര് ഒരു ഭാഗ്യലക്ഷ്മിയാണ് ലൈവിൽ കൂടി വന്ന് പറഞ്ഞത്,
എല്ലാവരും അവിടെ അതിജീവിതയ്ക്ക് ഒപ്പമാണ് ഞങ്ങള് അത് ഒന്ന് ഒത്തുകൂടണമെന്ന് പറഞ്ഞു. വളരെ കുറച്ച് പേര് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. ഇവരവിടെ യഥാർത്ഥത്തിൽ കരഞ്ഞ് നിലവിളിക്കുകയാണോ ചെയ്തത്? അവരവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നീട് വിട്ടിട്ടുണ്ടായിരുന്നു. പല മേഖലയിൽ നിന്ന് വന്നു. എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നു. എല്ലാം ചിരിച്ചുകൊണ്ടല്ലേ നിൽക്കുന്നത്. ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ അതിനൊരു ദുഃഖവും കൂടി വേണം. എപ്പോഴും വിഷമിച്ച് ജീവിക്കണം എപ്പോഴും വേണ്ട. അവിടെ ഒത്തുകൂടി എന്തിനാണെന്നും കൂടി അറിയണം അവര്. അവിടെ ആ സ്പോട്ടിൽ എന്തിനാണ്? ഒരു മരണ വീട്ടിൽ പോയി നമ്മൾ ചിരിക്കുവോ? ചിരിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പ്രോഗ്രാം വെക്കണം. അല്ലാതെ ഇവിടെ അതിജീവിതയ്ക്കൊപ്പം പ്രതിഷേധങ്ങളുടെ നാടല്ലേ കേരളം? എങ്ങനെ വേറിട്ട പ്രതിഷേധങ്ങളുടെ നാടല്ലേ? അപ്പൊ ചിരിച്ചിട്ടാണോ പ്രതിഷേധം അറിയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കിടന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഇത്രയും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ ഒരു പ്രശ്നം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നു, അവരെന്തുകൊണ്ട് വിഷമിച്ച് നിൽക്കുന്നില്ല എന്ന ചോദ്യത്തിന് അവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? അവർ എപ്പോഴും വിഷമിച്ച് നിൽക്കണമെന്നല്ല പറഞ്ഞത്. ആ സമയം അതിജീവിതയ്ക്കൊപ്പം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന, മാധ്യമങ്ങളുടെ മുൻപിൽ വരുന്ന ഭാഗ്യലക്ഷ്മിയും ടീമും കൃത്യമായിട്ടും ആ നിമിഷം ചിരിക്കാൻ വേണ്ടി, സെൽഫി എടുക്കാൻ വേണ്ടി അല്ല ഉപയോഗിക്കേണ്ടത്. ആ പെൺകുട്ടിയോടൊപ്പം എന്ന് പറയുമ്പോ ആ വേദനയിൽ അവർ ഭാഗവാക്കാവണം. അത് ചിരിച്ച് സെൽഫി എടുത്തിട്ടല്ല. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതി വരെ പോകാനുള്ള സാഹചര്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചിന്തിക്കുകയും വേണം ചെയ്യേണ്ടത്. അല്ലാതെ ഇവർ തമാശ പറഞ്ഞ് ചിരിക്കാനുള്ള വേദി ആവരുത് ഇങ്ങനെയുള്ള അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയും. ഇതൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ഈ ഭാഗ്യലക്ഷ്മിയും ഇവിടുത്തെ കേരളത്തിലുള്ള ഏതൊരു ഫെമിനിസ്റ്റുകളും ഏകദേശം 9 മാസത്തോളം ആശാ വർക്കർമാർ സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടില് നിരാഹാര സമരം അനുഷ്ഠിച്ചു. മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടി ഇവരെന്താ ചെയ്തത്? ഞങ്ങൾ പോയിരുന്നു, ഓൾ കേരള മെൻസ് അസോസിയേഷൻ അവിടെ പോയി ഒരു ചാക്ക് അരിയും പയറും അവർക്ക് വേണ്ടുന്ന ഒരു ദിവസമല്ല, ഒത്തിരി ദിവസത്തിനുള്ള സാധനങ്ങൾ കൊടുത്ത ആളാണ് ഞങ്ങള്. അന്ന് ആ വേദിയിൽ നിന്ന് ഞാൻ അവരോട് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചോദിച്ചതാണ്, ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവര് ബാക്കിലിരുന്ന സ്ത്രീകൾ മൊത്തം പറഞ്ഞു, ഒരാൾ പോലും വന്നിട്ടില്ല. എന്താ ഇവര് എന്താ കണ്ണടക്കുന്നത്? ഇവിടെ വേറെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ മാനഭംഗപ്പെടുന്നു, അല്ലെങ്കിൽ ആ കുട്ടിക്കെതിരെ മൊളസ്റ്റേഷൻ ഉണ്ടാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ എന്ന വ്യക്തി പ്രതികരിക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ അതിൽ പ്രതികരിച്ചു എന്ന് വെച്ച് ഞാൻ എന്തുകൊണ്ട് അതിൽ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇപ്പോൾ ഇവരെല്ലാം ഭാഗ്യലക്ഷ്മി, രമ്യ നമ്പിശൻ, ഇവരടങ്ങിയവരെല്ലാം സിനിമാ മേഖലയിലുള്ളവരാണ്. സിനിമാ മേഖലയിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ അതിനെതിരെ ശബ്ദമുയർത്തി. ഇപ്പോൾ മാധ്യമ പ്രവർത്തന മേഖലയിലാണ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ ഞാൻ ശബ്ദമുയർത്തിയേനെ. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലല്ലോ, നിങ്ങൾ അവിടെ പോയില്ലല്ലോ, നിങ്ങൾ ഇവിടെ പോയില്ലല്ലോ എന്ന് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. എന്തിൽ പ്രതികരിക്കണം, എന്തിനു വേണ്ടി സംസാരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോ താങ്കൾ മെൻസ് അസോസിയേഷന് വേണ്ടി പ്രതികരിക്കുന്നു, സംസാരിക്കുന്നു, അതിനെ ആരും ആക്ഷേപിക്കുന്നില്ല, ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കുന്നു എന്ന് മാത്രം. ഇത്തരത്തിൽ ഒരാൾ പ്രതികരിക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്നത് വെറും വാദഗതികൾക്ക് വേണ്ടി മാത്രമല്ല. തീർച്ചയായിട്ടും എന്തുകൊണ്ട് അതിൽ പ്രതികരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതേവരെ ചരിത്രത്തിൽ ഇതുപോലെ ഏതെങ്കിലും കേസിൽ പ്രതികരിച്ചോ എന്ന് ആലോചിക്കുന്നു. ഈ നടിയെ പോലുള്ള പ്രശസ്തരായിട്ടുള്ള അവരുടെ വിഷയങ്ങളിലല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയത്തും ഇവരെല്ലാം പ്രതികരിച്ചിരുന്നല്ലോ, അതും സിനിമാ മേഖലയിലുള്ള പ്രശ്നം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് റിപ്പോർട്ട്? അതെവിടെ? ഇപ്പോ ആരൊക്കെ അകത്ത് പോയത്? അത് പുറത്തു വന്നിരുന്നെങ്കിൽ പുറത്തു വന്നല്ലോ, മുഴുവൻ പുറത്തു വന്നിട്ടില്ല. കുറച്ച് ഒരു ഭാഗമേ. എത്ര പേരെ ശിക്ഷിച്ചു? തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ആരുടെ കയ്യിലായിരുന്നു? ഇപ്പോൾ പുരുഷന്മാർ, ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ നടന്മാരാണോ നടിമാരായിരുന്നോ ഇതിൽ ഏറ്റവും കൂടുതൽ കുറ്റക്കാരെന്ന് വിധിക്കപ്പെടുമായിരുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഒരു നടിയെന്ന് അവർ പറയുന്ന എന്തോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയതായിരിക്കുമല്ലോ, മീനു മുനീർ. പുള്ളിക്കാരി കുറെ പേര് ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ. ആ കേസൊക്കെ എവിടെ പോയി? അതിനുശേഷം അവർ ജയിലിൽ പോയി. അതറിഞ്ഞോ? അപ്പൊ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താ നല്ലതാ? അപ്പോൾ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തുള്ള നടന്മാരുടെ പേരുകൾ ഞാൻ പറഞ്ഞാലോ? എന്നെ വേണമെങ്കിലും പറയാമല്ലോ, സ്വാഭാവികമായിട്ട് പറയാലോ. നമ്മുടെ കേരളമല്ലേ ഈ കാലഘട്ടം. വ്യാജ ആരോപണങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്ന പേരുകളുണ്ടല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് താങ്കൾ പറഞ്ഞ നടിയുടെ പേര് പറയുന്നു, ഇപ്പുറത്ത് ഞാൻ ഒരു 5 നടന്മാരുടെ പേര്, പുറത്തു വന്ന പേരുകൾ തന്നെ, ഞാൻ വെറുതെ ആരോപിക്കുന്നതല്ല, കേസ് നടന്ന പേരുകൾ തന്നെ പറഞ്ഞാലോ? ഞാൻ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സ്ത്രീയുടെ പേരും ഇപ്പുറത്തെ 5 പുരുഷന്മാരുടെ പേരും വരുന്നില്ലേ? മനസ്സിലായി. ഇതിൽ എത്ര പേരാണ് കാലും കൈയും കെട്ടിയിട്ട് റൂമിൽ കൊണ്ടുപോയത്? ഇവരെല്ലാം നടന്നു കയറിപ്പോയ ടീമുകളല്ലേ? ആണോ? അതെന്ത് പീഡനമാണ്? പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് പീഡനമാണ്, ബലാത്സംഗം ആണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്?
അതിന്റെ ആവശ്യം എന്താണ്? കാരണം ഞാൻ പറഞ്ഞുതരാം. മുകേഷിനോട് മിനു മുനീർ 25,000 രൂപ ചോദിക്കുന്നു. ആ കാശ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. അങ്ങനെ വന്നപ്പോഴല്ലേ ഈ അയാളുടെ പേര് പറഞ്ഞത്, അല്ലെ? ബാലചന്ദ്ര മേനോൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അയാളുടെ പേര് പറഞ്ഞേ? അയാൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു. അയാൾ ഓക്കെ, സിനിമയിൽ റോളുകൾ തരാം, നിങ്ങൾക്ക് ഇന്ന വേഷം തരാം എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നത് തെറ്റാണോ? തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ എന്തിനാ അവര് പോകുന്നത്? ഈ ഇതിനെ മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്ന് പറയുന്നത് എന്നോട് തെറ്റാണോ ഇല്ലയെന്ന് ചോദിച്ചു. ഞാൻ തെറ്റാണെന്നോ ശരിയാണെന്നോ എങ്ങനെ പറയും? കാരണം ഒരു പെണ്ണിന്റെ തീരുമാനമാണത്. അവൾക്ക് നോ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല? അവർ പോകരുത്, അങ്ങനെ ഒരു വേഷം എനിക്ക് വേണ്ട എന്ന് പറയണം. എന്തുകൊണ്ട് അവർ? ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, ഞാൻ സീരിയൽ മേഖലയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് വർക്ക് എനിക്കറിയാം. കോടികളുടെയാണ് സിനിമ എന്ന് പറയുമ്പോൾ, കോടികളുടെയാണ് കളി. ഈ കോടികൾ മുടക്കിയെടുക്കുന്ന പ്രൊഡ്യൂസർ പലതും ചിലപ്പോൾ ആവശ്യപ്പെട്ടെന്നിരിക്കും. നോ പറയാൻ അവിടെ പഠിക്കണം. ഒരു സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. സ്ത്രീകൾ നോ പറയാൻ ചിന്തിക്കുന്നതിന് പകരം പുരുഷന്മാർ ഇത് ചോദിക്കാതിരിക്കാൻ നമുക്ക് പഠിപ്പിച്ചാലോ? അതല്ലേ കുറച്ചുകൂടി നല്ലത്? ചോദിക്കാതിരിക്കണമെങ്കിൽ കാശ് മുടക്കുന്നത് ആരാണെന്ന് നോക്കണം. അവന്റെ കാശ് മുടക്കുന്നവൻ പലതും പറഞ്ഞെന്നിരിക്കും. നമ്മൾ പറയണം എനിക്ക് പറ്റില്ല. അപ്പോൾ കാശ് മുടക്കുന്നവരാണ് മനുഷ്യരെ ചൂഷണം ചെയ്തത് എന്നത് സമ്മതിക്കുന്നല്ലോ. ചൂഷണം അങ്ങനെ ചെയ്യണം, എല്ലാവരും അല്ല. ചൂഷണമാണെന്ന് സമ്മതിച്ചു. പെണ്ണായാലും ആണായാലും ചൂഷണം എല്ലാ മേഖലയിലും ഉണ്ടെന്നേ, സിനിമാ മേഖല മാത്രമല്ല. പക്ഷെ നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ല, എല്ലാ മേഖലയിലും ഞാൻ പറയുന്നത് ഈ സ്ത്രീ പുരുഷ ചൂഷണം എടുത്തു നോക്കുകയാണെങ്കിൽ, ലൈംഗിക ചൂഷണത്തെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ, പുരുഷന്മാർ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് കൂടുതലാണ്. പഠനങ്ങൾ പറയുന്നു, കണക്കുകളുണ്ട്. അതിന് കാരണമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും സ്ത്രീകളല്ല ഉള്ളത്, കൂടുതലും പുരുഷന്മാരാണ്. അവിടെയാണ് പ്രശ്നം. അത് ആദ്യം മനസ്സിലാക്കണം. ഇനി ഒരു സ്ത്രീ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ ഇവിടെ മുൻപ് വരുന്നതിന് മുമ്പ് ഒരു യുവാവ് പരാതി കൊടുത്തിരുന്നു, അറിയോ? ഞാനത് വിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മനസ്സിലായി. അയാൾ ഒരു പരാതി കൊടുത്തിരുന്നു. ഈ ഡയറക്ടർ എന്താ പറയാ, മോശമായിട്ട് ഇയാളോട് പെരുമാറി, ഇയാളെ പല രീതിയിലും ചൂഷണം ചെയ്തു വന്നു. അപ്പൊ ഇതുപോലുള്ള നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഉണ്ടാകുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ അവർ ചൂഷണം ചെയ്യും. ഉറപ്പാണ്, ഇന്നും ചെയ്യുന്നുണ്ട്. എത്രയോ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുന്ന കുട്ടികളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ടീച്ചർമാരെ എനിക്കറിയാം. പുരുഷന്മാരില്ലേ? ഉണ്ട്. ഇതെല്ലാം തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ഭാഗത്ത് ഉണ്ടെന്നാ പറയുന്നത്. ഭൂരിപക്ഷം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. ഭൂരിപക്ഷമാണ് ഒരിക്കലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം എന്തുകൊണ്ട് വരുന്നു? ഇവരാണ് കാശ് മുടക്കുന്നത്, ഇവരാണ് ഡയറക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കാശ് മുടക്കി, അപ്പോൾ എനിക്കൊരു പുരുഷനെ ചൂഷണം ചെയ്യാമെന്നാണോ ഞാൻ പറയുന്നത്? ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ട് പക്ഷവും അവിടെയാണ് ഈ പറയുന്ന ഇക്വാലിറ്റി. ഇതിലെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, സ്ത്രീകൾ ഈ എന്താ പറയാ, പുരുഷനെ കൊണ്ട് എല്ലാം കൊണ്ട് പറയിക്കുന്ന തലത്തിലോട്ട് എത്തിക്കും. മനസ്സിലായില്ല? പറയിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടിട്ട്